നമസ്കാരം. ഞാൻ കണ്ണങ്കൈ കുഞ്ഞിരാമൻ. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരാണ് താമസം. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് വില്ലേജ് ഓഫീസിന് സമീപത്ത്. ഞാൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. അതോടൊപ്പം തന്നെ ഒരു നാടക പ്രവർത്തകനും കൂടിയാണ്. നാടകം, അഭിനയം, അത്യാവശ്യം സിനിമാ പ്രവർത്തനം, ഇങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഈ കൽപ്പണി എടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ 3.5 മാസമായി ചെറുവത്തൂർ വില്ലേജ് ഓഫീസിന് സമീപത്ത് KKR ജനകീയ മെഡിക്കൽ ക്ലിനിക് എന്നൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3 മാസമായി അത് പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ 6ഓളം ഡോക്ടർമാർ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ. അത് നാടിന് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് എന്നാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. അത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരൻ നിർമ്മിച്ച ഒരു ആശുപത്രി എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെ എനിക്ക് നമ്മുടെ കൈരളി ചാനലിൻ്റെ ചെയർമാൻ, നമ്മുടെ പത്മശ്രീ മമ്മൂക്ക ഡോക്ടേഴ്സ് അവാർഡിൻ്റെ ആ സമയത്ത് എനിക്കൊരു അയാൾ വാർത്തകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഒരു അവാർഡ് തരികയുണ്ടായി. അതായത് വാർത്തകളിലെ താരമായിട്ട്. ആ ഒരു അവാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ ഈ ആശുപത്രിക്ക് തന്നെ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും നിരവധി ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. നല്ല സപ്പോർട്ടും നല്ല പ്രോത്സാഹനമാണ് വന്നു വരുന്നത്. എല്ലാവരും എന്നോട് ചോദിച്ചു, ഈ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ നിങ്ങൾ എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നത്? ആശുപത്രിയായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ ധൈര്യം കിട്ടിയതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ധൈര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ അത് എത്ര ത്യാഗം സഹിച്ച് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ കഠിനാധ്വാനത്തിലൂടെ ഞാൻ എൻ്റെ പണിയെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ആശുപത്രി തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു എൻ്റെ ഈ ഒരു ആശുപത്രിയുടെ ഒരു ആശയം മനസ്സിലേക്ക് വരാൻ വേണ്ടി കാരണം. അതുപോലെ തന്നെ ഈ കോവിഡ് സമയത്ത് ഈ 2-2.5 വർഷം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മളൊരു രോഗിനെയും കൊണ്ട് പോയിട്ട് ഒരാശുപത്രി തുറക്കാനും ഒരു ഡോക്ടർ നോക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക്. അത് മാനസികമായിട്ട് വല്ലാണ്ട് നമ്മളെ തളർത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മക്ക് സുഖമില്ലാണ്ടായിട്ട് ഒരു ഡോക്ടറെ സമീപിച്ചിട്ടാകുമ്പോൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഇനി എവിടെയും കൊണ്ടുപോകണ്ട, നെഞ്ചുവേദനയായിട്ട്. ഒരു 2 ആഴ്ച അമ്മ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞു. അമ്മയുടെ വേദന സഹിക്കാൻ പറ്റാണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടുന്ന് ഓപ്പറേഷൻ ചെയ്യാം, നമുക്കൊരു 75-80 വയസ്സുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് വിജയിക്കും. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു അഭിപ്രായം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്തിട്ട് ഒരു 3 ദിവസം 4 ദിവസം ആകുമ്പോൾ അമ്മ അബോധാവസ്ഥയിലായി. ഭക്ഷണമൊക്കെ മൂക്കിലൂടെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. വീട്ടിലെത്തിയിട്ട് ഞാൻ രാത്രി 2 മണിയാകുമ്പോൾ മംഗലാപുരത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ അവിടെ കാണിച്ച് 1 മാസത്തിന് മേലെ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. 1 മാസത്തിന് മേലെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാകുമ്പോൾ നല്ല സുഖം പ്രാപിച്ചിട്ട് അമ്മ വീട്ടിലേക്ക് വന്നു. 2 ആഴ്ച പറഞ്ഞ് അമ്മ 6.5 വർഷം ജീവിച്ചു. അതാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. നമുക്ക് അവരോട് ഡോക്ടർ ചോദിക്കാനും പറയാനൊരു സംഭവം ഉണ്ടെങ്കിൽ, പെട്ടെന്നൊരു എന്തെങ്കിലും പറ്റിയാൽ പോകാനൊരു ഇതുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ആശയമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം നമുക്ക് എടുത്താൽ പൊന്താതൊരു കെട്ട് എന്ന് പറയുന്നില്ല, അതുപോലെയായിരുന്നു. ഇത്രയും വലിയൊരു സാമ്പത്തികം വേണം, അതിൻ്റെ ഒരു എങ്ങനെയാണ് കണ്ടെത്താമെന്നുള്ളൊരു രീതിയില്ല. അപ്പോൾ പിന്നീട് ഞാൻ സാധാരണ പറഞ്ഞതൊക്കെ ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണെങ്കിലും പിന്നീട് അതന്നെ കുറേയും കൂടെ മെച്ചപ്പെട്ട് വന്നു. ഞാൻ ഏകദേശം 38 വർഷത്തോളമായി കെട്ടിട നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതന്നെ മെച്ചപ്പെട്ട് പിന്നീട് അത് ചെറിയ മേസ്തിരി പണിയെടുത്ത് പിന്നീട് കോൺട്രാക്ട് ലെവലിലേക്ക് വന്നു. അങ്ങനെ കോൺട്രാക്ട് എടുത്തിട്ട് മൊത്തമായിട്ട് വീടും ചെറുകിട കെട്ടിടങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയായി. കുറച്ച് സാമ്പത്തികം വന്നു തുടങ്ങി. അപ്പം പിന്നീട് എനിക്ക് ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു.
ആ സ്ഥലത്ത് ഞാൻ തന്നെ അന്ന് തൊട്ടിട്ട് കുറേശ്ശെ കെട്ടിയുണ്ടാക്കിയിട്ടാണ് ഈ ആസ്പത്രി ഒന്നും മനസ്സിലുണ്ട ഒരു സംഭവമാണ്. കെട്ടിത്തുടങ്ങി പിന്നെ കുറച്ച് ലോണൊക്കെ എടുത്തു, ഈ പിന്നെ ചിട്ടി ഇതൊക്കെ എടുത്തിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ 5ഓളം നല്ല ഡോക്ടർമാർ, ഒരു MD ഉണ്ട്, 24 മണിക്കൂറും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറും ഹൈടെക് ലാബ് എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകരണമായിട്ടും പിന്നെ പല ഉദ്ഘാടനമായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചികിത്സ കൊടുക്കുന്നു. ഒന്നും വാങ്ങിക്കാണ്ട് ഞങ്ങൾ മരുന്ന് വരെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ച് ദൂരത്ത് നിന്ന് വന്നിട്ട് അവർക്ക് വണ്ടി വരെ ഞങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ചെറുപുഴ ഭാഗത്തു നിന്നൊക്കെ ഇവിടത്തേക്ക് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ വണ്ടി വരെ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവേഷനിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചിലപ്പോൾ 24 മണിക്കൂർ, 5 മണിക്കൂർ, 10 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലും വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ആ AC റൂമിലാണ് അത് ഒബ്സർവേഷൻ റെഡിയാക്കിയിട്ടുള്ളത്. അവിടെ ഒരു ഉറുപ്പ്യ പോലും ഞങ്ങൾ അവരോട് വാങ്ങിക്കാണ്ടാണ് അവർക്ക് ചികിത്സ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ കൊടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അളവ് കിട്ടുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ കൃത്യമായിട്ട് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇതിനു മുമ്പും ഈ നാടക മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഇനിയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചില വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട്. അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് വിളിച്ച് അവർക്ക് ഇങ്ങോട്ട് വണ്ടിയാക്കി വരാൻ പറ്റില്ലെങ്കിൽ ഡോക്ടർ അടക്കം പോയിട്ട് ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നുണ്ട്. അതിനൊന്നും കൈപ്പറ്റുന്നില്ല. ഞങ്ങൾ 3 ഷിഫ്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. 6 ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാർ കൂടാണ്ടാണ് 22 സ്റ്റാഫുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഈ ആശുപത്രി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്. പണിക്ക് പോയിട്ട് പണി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എത്ര കഷ്ടപ്പെട്ടാലും ഞങ്ങൾ ശമ്പളം കൊടുക്കും. ഒരു ഡോക്ടർക്ക് നല്ല ഡോക്ടർമാർ, അതായത് MD ഉണ്ട്, കുട്ടികളുടെ ഡോക്ടറുണ്ട്, പിന്നെ ഡേ നൈറ്റ് 2 ഡോക്ടർ സ്ഥിരമായിട്ടുണ്ട്, പിന്നെ ഓർത്തോ ഉണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിലെ ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ഡോക്ടർമാർ ഇങ്ങോട്ടും വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി ഞങ്ങൾ കുറച്ചും കൂടെ സൗകര്യം കൂട്ടിയെടുക്കാനുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ എൻ ബഷീർ, ചെറുവത്തൂർ KKR ക്ലിനിക്കിൽ ജനറൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നല്ലൊരു സേവനം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ്. അതും വളരെ തികച്ചും 50% ഡിസ്കൗണ്ടോട് കൂടിയാണ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ വർക്ക് ചെയ്യാൻ കയറിയെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഒരു പേയ്മെൻറ്റ് നോക്കിയിട്ടല്ല ഇവിടെ കയറിയത്. ഇവിടെ ആൾക്കാരോട് ഇടപെടുന്ന രീതി, ഇപ്പോൾ സിസ്റ്റേഴ്സ് ആയാലും നമുക്കായാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സേവനം മാക്സിമം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് അതായത് പേഷ്യൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുക്കുന്നത്. അതിപ്പോൾ എല്ലാ സേവനം, ഇപ്പോൾ മെഡിസിൻസ് ആയാലും പാവപ്പെട്ട പേഷ്യൻസിനെയാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാനായിട്ട് തീരെ പൈസ ഇല്ലാത്ത പേഷ്യൻസിനെയാണ് കൂടുതൽ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.